സമുദ്ര പ്രതിരോധം ഒരു പുതിയ യുഗത്തിലേക്ക് കടക്കുകയാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രധാനമായും പരിശോധിക്കുന്നത് ഇന്ത്യൻ നാവികസേനയുടെ കരുത്തിരട്ടിയാക്കാൻ പോകുന്ന പ്രൊജക്ട് 75 ഇന്ത്യ എന്ന ബൃഹത്തായ പദ്ധതിയെക്കുറിച്ചാണ്. ലോകം ഉറ്റുനോക്കുന്ന സ്കോർപിൻ എവോൾഡ് അന്തർവാഹിനികൾ എങ്ങനെയാണ് നമ്മുടെ പ്രതിരോധ നിരയിൽ വിപ്ലവം സൃഷ്ടിക്കാൻ പോകുന്നതെന്നും ഇതിനോടൊപ്പം ചേരുന്ന ബ്രഹ്മോസ് NG മിസൈലുകളുടെ പ്രഹരശേഷിയെക്കുറിച്ചും നമ്മൾ ഈ വീഡിയോയിൽ വിശദമായി പരിശോധിക്കുന്നുണ്ട്. ഇതിനൊപ്പം തന്നെ സാധാരണ അന്തർവാഹിനികളിൽ നിന്ന് വ്യത്യസ്തമായി ലിഥിയം അയൺ ബാറ്ററികൾ ഉൾപ്പെടുത്തിയതുകൊണ്ട് നാവികസേനയ്ക്ക് ലഭിക്കുന്ന തന്ത്രപരമായ മേൽക്കൈ എന്താണെന്നും നമ്മൾ പരിശോധിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കീഴിൽ ആവിഷ്കരിച്ച മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിലൂടെ പ്രതിരോധ മേഖലയിൽ ഇന്ത്യ എങ്ങനെ സ്വയം പര്യാപ്തത നേടുന്നുവെന്നും ചൈനയുടെയും പാകിസ്ഥാന്റെയും സമുദ്രത്തിലെ വെല്ലുവിളികളെ ചെറുക്കാൻ ഈ പ്ലാൻ എങ്ങനെയാണ് നമ്മെ സഹായിക്കുന്നതെന്നും ഈ വീഡിയോയിലൂടെ നമുക്ക് വിശദമായി പരിശോധിക്കാം. ഇന്ത്യൻ മഹാസമുദ്രം ഇന്ന് ലോകത്തെ ഏറ്റവും തന്ത്രപ്രധാനമായ സമുദ്ര മേഖലകളിൽ ഒന്നാണ്. ഈ മേഖലയിൽ ഇന്ത്യയുടെ പരമാധികാരം ഉറപ്പിക്കുന്നതിനും ശത്രു രാജ്യങ്ങളുടെ കടന്നുകയറ്റത്തെ ചെറുക്കുന്നതിനുമായി നരേന്ദ്രമോദി സർക്കാരിന്റെ കീഴിൽ വിഭാവനം ചെയ്ത വിപ്ലവകരമായ മാറ്റമാണ് പ്രൊജക്ട് 75 ഇന്ത്യ. കാലഹരണപ്പെട്ടുകൊണ്ടിരിക്കുന്ന പഴയ അന്തർവാഹിനികൾക്ക് പകരം അത്യാധുനിക സാങ്കേതിക വിദ്യയുടെ കരുത്തിൽ ശത്രുക്കളെ മുട്ടുകുത്തിക്കാൻ പ്രാപ്തിയുള്ള സ്കോർപിൻ എവോൾഡ് അന്തർവാഹിനികളാണ് ഇനി കടലിനടിയിൽ ഇന്ത്യയുടെ കാവലാളാകുന്നത്. ഈ പദ്ധതിയുടെ ഏറ്റവും വലിയ സവിശേഷത ഇത് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി നടപ്പിലാക്കുന്നു എന്നതാണ്. വിദേശ സാങ്കേതിക വിദ്യകൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നതിനൊപ്പം തന്നെ നമ്മുടെ കപ്പൽശാലകളെ നവീകരിക്കാനും രാജ്യത്ത് തന്നെ ലോകോത്തര നിലവാരമുള്ള യുദ്ധക്കപ്പലുകളെ നിർമ്മിക്കാനും ഇതിലൂടെ സാധിക്കുന്നു. സമുദ്രത്തിനടിയിലെ പ്രതിരോധം ശക്തിപ്പെടുത്തുക എന്നത് പ്രധാനമന്ത്രി മോദിയുടെ വലിയൊരു ലക്ഷ്യമായിരുന്നു. ചൈനയും പാകിസ്ഥാനും തങ്ങളുടെ നാവിക ശക്തി വർദ്ധിപ്പിക്കുന്ന സാഹചര്യത്തിൽ ഇന്തോ പസഫിക് മേഖലയിൽ ഇന്ത്യ ഒരു അജയ ശക്തിയാക്കി മാറ്റുക എന്നതാണ് ഇതിന്റെ പിന്നിലെ പ്രധാന പ്ലാനിംഗ്. സാങ്കേതികമായി നോക്കിയാൽ ഈ അന്തർവാഹിനികൾ നിലവിലുള്ളവയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ്. ലിഥിയം അയൺ ബാറ്ററികളാണ് ഇതിന്റെ ഹൃദയം. സാധാരണ അന്തർവാഹിനികൾക്ക് ബാറ്ററികൾ ചാർജ് ചെയ്യാനായി ഇടയ്ക്കിടെ ജലോപരിതലത്തിലേക്ക് വരേണ്ടി വരുമായിരുന്നു. ഇത് അവയെ ശത്രുക്കളുടെ കണ്ണിൽപ്പെടാൻ ഇടയാക്കും. എന്നാൽ ലിഥിയം അയൺ ബാറ്ററികൾ ഉപയോഗിക്കുന്നതോടെ അന്തർവാഹിനികൾക്ക് കൂടുതൽ സമയം വെള്ളത്തിനടിയിൽ തന്നെ തുടരാൻ സാധിക്കും. ഇത് അവയുടെ സ്റ്റെൽത്ത് അല്ലെങ്കിൽ ശത്രുക്കൾക്ക് തിരിച്ചറിയാൻ കഴിയാത്ത വിധം മറഞ്ഞിരിക്കാനുള്ള ശേഷി ഗണ്യമായി വർദ്ധിപ്പിക്കുന്നു. ഈ അന്തർവാഹിനികളെ കൂടുതൽ അപകടകാരികളാക്കുന്നത് ബ്രഹ്മോസ് NG സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലുകളുടെ സാന്നിധ്യമാണ്. സമുദ്രത്തിനടിയിൽ നിന്ന് കരയിലേക്കോ മറ്റു കപ്പലുകളിലേക്കോ അതിവേഗത്തിൽ ആക്രമണം നടത്താൻ ഇതിലൂടെ സാധിക്കും. വെർട്ടിക്കൽ ലോഞ്ച് സിസ്റ്റം എന്ന അത്യാധുനിക സാങ്കേതിക വിദ്യയിലൂടെയാണ് ഈ മിസൈലുകൾ വിക്ഷേപിക്കുന്നത്. അതായത് ശത്രു രാജ്യത്തിന് ചിന്തിക്കാൻ പോലും കഴിയാത്ത വേഗതയിൽ കടലിനടിയിൽ നിന്ന് കൃത്യമായ പ്രഹരം നൽകാൻ ഇന്ത്യയുടെ പുതിയ സ്കോർപിൻ അന്തർവാഹിനികൾക്ക് കരുത്തുണ്ടാകും. തന്ത്രപരമായ ദൃഷ്ടിയിൽ നോക്കിയാൽ ഇത് ഇന്ത്യയുടെ സ്വയം പര്യാപ്തതയിലേക്കുള്ള വലിയൊരു കുതിച്ചുചാട്ടം തന്നെയാണ്. വിദേശ രാജ്യങ്ങളെ ആയുധങ്ങൾക്കായി ആശ്രയിക്കുന്നത് കുറയ്ക്കാനും ഇന്ത്യൻ സേനയുടെ ആക്രമണ പ്രതിരോധ ശേഷികൾ ഒരേപോലെ വർദ്ധിപ്പിക്കാനും ഈ മാറ്റം സഹായിക്കും. മോദി സർക്കാരിന്റെ ദീർഘവീക്ഷണത്തോടെയുള്ള ഈ പ്ലാൻ യാഥാർത്ഥ്യമാകുന്നതോടെ ഇന്ത്യൻ നാവികസേന ലോകത്തിലെ തന്നെ ഏറ്റവും ആധുനികമായ അന്തർവാഹിനി പടകളിൽ ഒന്നായി മാറും. സമുദ്രത്തിന് മുകളിൽ എന്ന പോലെ തന്നെ സമുദ്രത്തിനടിയിലും ഭാരതം ഇനി കൂടുതൽ കരുത്താർജിക്കും. ഇന്ത്യയുടെ ഈ നീക്കത്തിന് പിന്നിൽ വ്യക്തമായ ഒരു മാസ്റ്റർ പ്ലാൻ തന്നെയുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ പ്രതിരോധ മേഖലയിൽ കൊണ്ടുവന്ന ആത്മനിർഭർ ഭാരത് എന്ന ആശയത്തിന്റെ പ്രതിഫലനമാണിത്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് അന്തർവാഹിനികൾ വാങ്ങിയിരുന്ന രീതി മാറി അത്യാധുനിക സാങ്കേതിക വിദ്യകൾ ഇന്ത്യയിലേക്ക് എത്തിച്ച നമ്മുടെ കപ്പൽശാലകളിൽ തന്നെ അവ നിർമ്മിക്കുകയാണ്. ഇതുവഴി നമ്മുടെ സാങ്കേതിക വിദ്യ വികസിക്കുകയും ആയിരക്കണക്കിന് ആളുകൾക്ക് ജോലി ലഭിക്കുകയും ചെയ്യുന്നു. ചൈന തങ്ങളുടെ നാവിക സാന്നിധ്യം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വർദ്ധിപ്പിക്കുന്ന ഈ കാലഘട്ടത്തിൽ അവർക്ക് കൃത്യമായ മറുപടി നൽകാൻ ഇത്തരം നൂതന സംവിധാനങ്ങൾ അനിവാര്യമാണ്. ഈ യുദ്ധക്കപ്പലുകളിലെ ഏറ്റവും ഭയാനകമായ ആയുധം ബ്രഹ്മോസ് NG മിസൈലുകളാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലായ ബ്രഹ്മോസിന്റെ കൂടുതൽ കരുത്തുറ്റതും ചെറുതുമായ രൂപമാണിത്. സമുദ്രത്തിനടിയിൽ നിന്ന് ശത്രുവിന്റെ കരയിലുള്ള ലക്ഷ്യങ്ങളെയോ കപ്പലുകളെയോ നിഷ്പ്രയാസം തകർക്കാൻ ഇതിലൂടെ സാധിക്കും.
പാകിസ്ഥാൻ പോലുള്ള രാജ്യങ്ങളുടെ അതിർത്തി കടന്നുള്ള ഭീഷണികളെ നേരിടാൻ ഈ സ്ട്രൈക്ക് പവർ ഇന്ത്യയെ കൂടുതൽ പ്രാപ്തമാക്കും. തന്ത്രപരമായ പ്രാധാന്യത്തിലേക്ക് നോക്കിയാൽ ഇന്തോ പസഫിക് മേഖലയിൽ ഇന്ത്യയുടെ സ്വാധീനം ഉറപ്പിക്കാൻ ഈ അന്തർവാഹിനികൾക്ക് വലിയ പങ്കുണ്ട്. സമുദ്രത്തിലെ സുരക്ഷാ കാര്യങ്ങളിൽ നമ്മൾ മറ്റ് രാജ്യങ്ങളെ ആശ്രയിക്കേണ്ടതില്ല എന്ന നിലയിലേക്ക് ഭാരതം വളരുകയാണ്. പഴകിയ അന്തർവാഹിനികൾ മാറ്റുന്നത് വഴി നമ്മുടെ സൈനികരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനൊപ്പം തന്നെ ആക്രമണങ്ങളിൽ കൂടുതൽ വേഗതയും കൃത്യതയും കൊണ്ടുവരാനും ഇന്ത്യക്ക് സാധിക്കുന്നു. കടലിന്റെ അടിയിൽ ഭാരതത്തിന്റെ കരുത്ത് വിളിച്ചോതുന്ന ഒരു വൻ ശക്തിയായി ഈ സ്കോർപിൻ അന്തർവാഹിനികൾ മാറും എന്നതിൽ തർക്കമില്ല. ഇന്ത്യൻ നാവികസേനയുടെ ചരിത്രമെടുത്താൽ നമ്മൾ ഏറെക്കാലം റഷ്യൻ അല്ലെങ്കിൽ ഫ്രഞ്ച് സാങ്കേതിക വിദ്യകളെയാണ് പൂർണ്ണമായും ആശ്രയിച്ചിരുന്നത്. എന്നാൽ പ്രൊജക്ട് 75 ഇന്ത്യ എന്ന ഈ ദൗത്യം ആ ഒരു ശീലത്തിന് വലിയൊരു മാറ്റം വരുത്തുകയാണ്. എന്തുകൊണ്ടാണ് ഈ പദ്ധതിക്ക് ഇത്രയേറെ നീക്കിവെപ്പുകൾ സർക്കാർ നടത്തുന്നതെന്ന് ഗൗരവമായി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. കടലിനടിയിൽ യുദ്ധമുറകൾ എന്നത് വെറും കരുത്തിന്റെ മാത്രം കളിയല്ല. അത് കൃത്യമായ കണക്കുകൂട്ടലുകളുടെയും സാങ്കേതിക തികവിന്റെയും പോരാട്ടമാണ്. സ്കോർപിൻ എവോൾഡ് അന്തർവാഹിനികൾ ഈ പോരാട്ടത്തിൽ ഇന്ത്യക്ക് നൽകുന്നത് വലിയൊരു മുൻതൂക്കമാണ്. നമ്മൾ ചർച്ച ചെയ്ത ലിഥിയം അയൺ ബാറ്ററികൾ കേവലം ഒരു പവർ ബാക്കപ്പ് മാത്രമല്ല, അത് അന്തർവാഹിനിയുടെ പ്രവർത്തന രീതിയെ തന്നെ മാറ്റിമറിക്കുകയാണ്. ദീർഘകാലം വെള്ളത്തിനടിയിൽ കഴിയാൻ സാധിക്കുന്നത് വഴി ശത്രുക്കളുടെ നിരീക്ഷണ വലയങ്ങളെ നിഷ്പ്രയാസം മറികടക്കാൻ നമ്മുടെ നാവികർക്ക് സാധിക്കും. ഇത് ഇന്ത്യയുടെ കിഴക്കൻ സമുദ്രതീരത്തും പടിഞ്ഞാറൻ സമുദ്രതീരത്തും ഒരേപോലെ ഗുണകരമാകും. പ്രത്യേകിച്ച് അറബിക്കടലിലും ബംഗാൾ ഉൾക്കടലിലും വിദേശ രാജ്യങ്ങളുടെ കപ്പലുകൾ നിരീക്ഷണം ശക്തമാക്കുന്ന സാഹചര്യത്തിൽ നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഇത്തരം നിശബ്ദമായ നീക്കങ്ങൾ പ്രതിരോധത്തിന് വലിയ കരുത്താകും. ഇനി അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് ഈ അന്തർവാഹിനികളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വെർട്ടിക്കൽ ലോഞ്ച് സിസ്റ്റം. സാധാരണയായി ടോർപിഡോകൾ വിക്ഷേപിക്കുന്നതിനേക്കാൾ വളരെ വേഗത്തിലും കൃത്യമായി മിസൈലുകൾ തൊടുക്കാൻ ഇതിലൂടെ സാധിക്കും. ബ്രഹ്മോസ് എൻജി മിസൈലുകൾ ഇതിലേക്ക് സംയോജിക്കപ്പെടുമ്പോൾ ഇന്ത്യയുടെ പ്രഹർ ശേഷി കിലോമീറ്ററുകൾക്കപ്പുറമുള്ള ലക്ഷ്യങ്ങളിലേക്ക് വരെ എത്തുകയാണ്. ഇത് ശത്രു രാജ്യങ്ങൾക്ക് വലിയൊരു മുന്നറിയിപ്പാണ് നൽകുന്നത്. ഒരു യുദ്ധ സാഹചര്യം ഉണ്ടായാൽ കരയിൽ നിന്ന് വലിയ ദൂരത്തിലുള്ള ലക്ഷ്യങ്ങളെ പോലും തകർക്കാൻ കടലിനടിയിൽ ഒളിച്ചിരിക്കുന്ന ഈ കരുത്തന്മാർക്ക് സാധിക്കും. ഇനി സാമ്പത്തിക വശം എടുത്താൽ ആയിരക്കണക്കിന് കോടി രൂപയുടെ ഈ പദ്ധതി ഇന്ത്യയിലെ ചെറുകിട വ്യവസായങ്ങളെയും കപ്പൽ നിർമ്മാണശാലകളെയും സംബന്ധിച്ച് വലിയൊരു ഉത്തേജനമാണ്. സാങ്കേതിക വിദ്യയുടെ കൈമാറ്റം നടക്കുമ്പോൾ നമ്മുടെ എഞ്ചിനീയർമാർക്കും വിദഗ്ധർക്കും ഇത്തരം അത്യാധുനിക സംവിധാനങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള പരിചയം ലഭിക്കുകയാണ്. ഇത് ഭാവിയിൽ ഇന്ത്യക്ക് സ്വന്തമായി കൂടുതൽ കരുത്തുറ്റ അന്തർവാഹിനികൾ വികസിപ്പിക്കാൻ അടിത്തറയിടുന്നു. ആഗോളതലത്തിൽ പ്രതിരോധ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം ഒന്നുകൂടി ഉറപ്പിക്കാൻ ഈ പദ്ധതി സഹായിക്കും. ഇനി അവസാനമായി നോക്കിയാൽ ഇന്ത്യയുടെ ഈ പുതിയ പ്ലാനുകൾ കേവലം ഒരു രാജ്യത്തെ മാത്രം ലക്ഷ്യം വെച്ചുള്ളതല്ല, മറിച്ച് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കപ്പൽ പാതകൾ കടന്നു പോകുന്ന ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ സുരക്ഷ ഉറപ്പാക്കാനുള്ള ഉത്തരവാദിത്തം കൂടിയാണ്. ഈ മേഖലയിലെ സമാധാന അന്തരീക്ഷം നിലനിർത്താനും ഏതെങ്കിലും തരത്തിലുള്ള കടന്നുകയറ്റങ്ങളെ ഫലപ്രദമായി പ്രതിരോധിക്കാനും ഇത്തരം നൂതന സംവിധാനങ്ങൾ അനിവാര്യമാണ്. സാങ്കേതിക വിദ്യയും തന്ത്രപരമായ നീക്കങ്ങളും ഒത്തുചേരുന്ന ഈ പുതിയ യുഗം ഇന്ത്യൻ നാവികസേനയെ സംബന്ധിച്ച് വലിയൊരു നാഴികക്കല്ലായി മാറും. പഴയ അന്തർവാഹിനികൾ മാറ്റി പുതിയ സാങ്കേതിക വിദ്യയിലേക്ക് മാറുന്നത് ഇന്ത്യൻ നാവികസേനയെ സംബന്ധിച്ച് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. ലിഥിയം അയൺ ബാറ്ററികളും ബ്രഹ്മോസ് മിസൈലുകളും വരുന്നതോടെ നമ്മുടെ സമുദ്രാതിർത്തികൾ കൂടുതൽ സുരക്ഷിതമാവും. വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കാതെ ഇന്ത്യയിൽ തന്നെ ഇത്തരം അത്യാധുനിക സംവിധാനങ്ങൾ നിർമ്മിക്കുന്നത് വരും വർഷങ്ങളിൽ വലിയ സാമ്പത്തിക ലാഭവും തൊഴിലവസരങ്ങളും സൃഷ്ടിക്കും. പ്രതിരോധ മേഖലയിൽ നമ്മൾ കൈവരിക്കുന്ന ഈ സ്വയം പര്യാപ്തത അയൽ രാജ്യങ്ങളിൽ നിന്നുള്ള വെല്ലുവിളികൾ കുറയ്ക്കാൻ സഹായിക്കും. അത് മാത്രമല്ല, വെറും ഒരു ആയുധ ശേഖരണത്തിനപ്പുറം സമുദ്രത്തിലെ നമ്മുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഇന്ത്യ പ്രാപ്തമാണെന്ന ഉറപ്പാണ് ഈ പദ്ധതി നൽകുന്നത്. ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിലെ ഈ വൻ മുന്നേറ്റത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ലോക ശക്തികൾക്കിടയിൽ ഇന്ത്യയുടെ ഈ മാറ്റം എത്രത്തോളം സ്വാധീനം ചെലുത്തും? തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.